സൗഭദ്ര ആയുർവേദ ആശുപത്രിയുടെ ഗൃഹവൈദ്യ അറിവുകളിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിലൂടെയൊക്കെ നാം കടന്നു പോന്നിട്ടുള്ളത് വിവിധ ഇനം പച്ചക്കറികളെ കുറിച്ചുള്ളതാണ്. നാം വീടുകളിൽ ഉപയോഗിക്കുന്ന ഒന്നാണ് വെളുത്തുള്ളി. വെളുത്തുള്ളി ഒത്തിരി കാര്യങ്ങൾക്ക് നല്ലതാണ്. വെളുത്തുള്ളി നമ്മുടെ ദഹനത്തെയും കൊളസ്ട്രോൾ കുറയ്ക്കാനൊക്കെ വളരെ ഫലപ്രദമാണ്. അപ്പോൾ പ്രത്യേകിച്ച് പ്രസവിച്ച് സ്ത്രീകൾക്ക് നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടുതലായിട്ട് ചേർത്തിട്ടാണ് നമ്മൾ അവരുടെ ഭക്ഷണങ്ങളൊക്കെ ഒരുക്കുന്നത്. അത് വളരെ നല്ലതാണ്, പ്രസവക്കാർക്ക് പ്രത്യേകിച്ച് നല്ലതാണ്. അപ്പം വെളുത്തുള്ളിക്കും ധാരാളം ഗുണങ്ങളുണ്ട് എന്ന ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാവണം. രക്തസമ്മർദ്ദത്തെ കുറയ്ക്കുന്നു, കണ്ടോ, അമിത BP കുറയ്ക്കുന്നു, കൊളസ്ട്രോളിനെ നിയന്ത്രിക്കുന്നു, രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും, ദഹനം കൂട്ടും, ഹൃദയാരോഗ്യത്തിന് വളരെ നല്ലത്. ഇതിലെ അലിസിൻ എന്ന ഘടകം ശരീരത്തിലെ അണുബാധകളെ ചെറുക്കാൻ സഹായിക്കും. അണുബാധകളൊക്കെ വന്നാലും വന്നില്ലേലും വീട്ടിൽ പരമാവധി ഈ വെളുത്തുള്ളി അച്ചാറൊക്കെ ഇട്ട് കൂട്ടാം നമുക്ക്. വെളുത്തുള്ളി നമ്മുടെ എല്ലാ ഭക്ഷണങ്ങളിലും അല്പം കൂട്ടുന്നത് നല്ലതാണ്. അപ്പോൾ ആ ഒരു തിരിച്ചറിവ് വീട്ടമ്മമാർക്ക് ഉണ്ടാവണം. പഴയ കാലത്തെ വീട്ടമ്മമാരൊക്കെ പറയേണ്ട ആവശ്യമില്ല, അവർ ഉറപ്പായിട്ട് അത് ചെയ്തിരിക്കും. കൂടാതെ ശരീരത്തിലെ വിഷാംശങ്ങളെ കുറയ്ക്കാനായിട്ട്, എന്ത് വിഷാംശമുണ്ടെങ്കിലും അതിനെ കുറയ്ക്കാനായിട്ട് നമ്മുടെ വെളുത്തുള്ളിക്ക് കഴിവുണ്ട്. ആ ഒരു വലിയ തിരിച്ചറിവ് നമ്മൾക്ക് ഉണ്ടാവണം. ഈ വരാൻ പോകുന്ന പുതിയ തലമുറയ്ക്ക് നമുക്ക് കൊടുക്കണം, കാഴ്ചവെക്കണം. ആ വരാൻ പോകുന്ന തലമുറയെ നമ്മൾ പറഞ്ഞു മനസ്സിലാക്കണം. ഇപ്പോൾ ഉള്ള പുതിയ ന്യൂ ജനറേഷൻ കുഞ്ഞുങ്ങൾ, പെൺകുട്ടികളെയൊക്കെ അമ്മമാർ പഠിപ്പിച്ചു കൊടുക്കണം. ഓരോ കറി വെക്കുമ്പോഴും അതിനകത്ത് എന്തൊക്കെ ചേരുവകൾ ചേർക്കണം, എന്തൊക്കെ കൂട്ടുണ്ട്, അത് എന്തിനൊക്കെ ഉപയോഗിക്കുന്നു എന്ന് നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ അവർക്ക് കഴിയണം, ബോധ്യപ്പെടുത്തി കൊടുക്കണം. അവരെ കൊണ്ട് ചെയ്യിപ്പിക്കണം. അവരെ കൊണ്ട് ചെയ്ത് അവരുടെ കറികളൊക്കെ നല്ല ടേസ്റ്റായിട്ട് രുചികരമായിട്ട് വരട്ടെ. അപ്പോൾ അതൊക്കെ കുഞ്ഞുമക്കളെ പഠിപ്പിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. പ്രത്യേകിച്ച് പഴയ അമ്മമാർ ഈ പഴയ കാലത്തുള്ള കാര്യങ്ങൾ വീടുകളിലുള്ള അമ്മമാർ പറഞ്ഞു കൊടുക്കണം. എല്ലായിടത്തും ചിലപ്പോൾ ഉണ്ടാവില്ല. കഴിഞ്ഞ ദിവസത്തെ ചോദ്യം ഇതാണ്: ത്വക്ക് രോഗങ്ങളെ അകറ്റാനുള്ള ഔഷധച്ചെടിയെക്കുറിച്ചാണ് ചോദിച്ചത്. മുള്ളൻ ചീരയാണ്. ഇന്നത്തെ ചോദ്യം ഇതാണ്: തൊണ്ടവേദന അകറ്റാനുള്ള ഒരു ഔഷധച്ചെടി ഉത്തരം തരണം. ഇന്ന് തൊട്ട് നാളെ 8 വരെ. എല്ലാ ദിവസവും എല്ലാവരും കയറി ഒത്തിരി പേർ കാണുന്നുണ്ട്, നല്ല കമൻറ്റുകൾ പറയുന്നുണ്ട്. എല്ലാത്തിനും നന്ദിയുണ്ട്. നിങ്ങൾ ധാരാളം ആളുകളിലേക്ക് ഷെയർ ചെയ്യുകയും ഒത്തിരി ആളുകൾ ഇത് വീടുകളിൽ അറിയട്ടെ, മനസ്സിലാക്കട്ടെ. അത് അറിഞ്ഞ് കുഞ്ഞുങ്ങളും വളരട്ടെ. നന്ദി, നമസ്കാരം.